മൈൻഡ് മോക്കിൻ്റെ ലൈഫ് സ്കിൽ കോഴ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈഫ് സ്കിൽസ് ആണ്, ജീവിത നൈപുണികളാണ്. രണ്ടാമത്തെ മോഡ്യൂളിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെൽഫ് അവെയർനെസ്. കഴിഞ്ഞ വീഡിയോസിലൂടെ നമ്മൾ മനസ്സിലാക്കി നാം ആദ്യം വായിക്കേണ്ടതും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ചോദ്യം ചെയ്യേണ്ടതും ചിന്തിപ്പിക്കേണ്ടതും നമ്മളെ തന്നെയാണ്. ഒന്നാമത്തെ വീഡിയോയിൽ ഇതിന്റെ ബേസിക്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി, സെൽഫ് അവെയർനെസിന്റെ ആവശ്യകത ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ സ്ലോക്ക് അനാലിസിസ് നടത്തി. അതിന്റെ റിസൾട്ട് കയ്യിലുണ്ടല്ലോ അല്ലെ? ഇനി നമ്മൾ പ്രാക്ടീസിലേക്കാണ് പോകുന്നത്. സെൽഫ് അവെയർനെസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കൊഗ്നിറ്റീവ് അല്ലെങ്കിൽ തിങ്കിങ് സ്കില്ലാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. ലൈഫ് സ്കില്ലിലെ കൊഗ്നിറ്റീവ് അല്ലെങ്കിൽ തിങ്കിങ് സ്കില്ലിന്റെ കീഴിലാണ് ഈ പറയുന്ന സെൽഫ് അവെയർ. ഇനി നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യണം, അനലൈസ് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യണം. ഇൻട്രോസ്പെക്ട് എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കണം എന്നല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞൊരു കഥയെ ഓർമ്മ ഉണ്ടാവുമല്ലോ. നമ്മുടെ ഉള്ളിലാണ് എല്ലാം നമ്മളെ സൃഷ്ടിച്ച ദൈവം ഒളിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യണം. കണ്ടെത്തിക്കഴിഞ്ഞാൽ നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മൾ സ്ലോക്ക് അനാലിസിസ് നടത്തിയാണ് ആക്സെപ്റ്റ് ചെയ്യണം. ഇതൊക്കെയാണ് എൻ്റെ സ്ട്രെങ്ത്തുകൾ, ഇതൊക്കെയാണ് എൻ്റെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെയാണ് എൻ്റെ മുമ്പിലുള്ള ചാലഞ്ചസ്, എനിക്ക് ഇന്ന ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കഴിവുകളും പരിമിതികളും ഒക്കെ അനലൈസ് ചെയ്തതിനു ശേഷം നമ്മൾ ഉള്ളിലേക്ക് നോക്കി അനലൈസ് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ടത്, അനലൈസ് ചെയ്യേണ്ടത്, ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം തോട്ട്സ്. അപ്പോൾ വളരെ വേഗത്തിൽ പേപ്പർ എടുക്കണം, നമ്മൾ എഴുതി വെക്കണം. സാധാരണ നമ്മൾ എന്താണ് നമ്മുടെ ഉള്ളിലേക്ക് വരാറുള്ള ചിന്തകൾ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പോസിറ്റീവും നെഗറ്റീവും എല്ലാം നമ്മൾ എഴുതി വെക്കുക. ഒരു പേപ്പർ എടുക്കണം, 2 കോളം വരയ്ക്കണം. ഒന്നാമത്തെ കോളത്തിൽ പോസിറ്റീവ് തോട്ട്സ് എന്ന് എഴുതണം, രണ്ടാമത്തെ കോളത്തിൽ നെഗറ്റീവ് തോട്ട്സ് എന്ന് എഴുതണം. വേണമെങ്കിൽ 3 കോളാക്കാം. പോസിറ്റീവോ നെഗറ്റീവോ എന്ന് തിരിച്ചറിയാത്ത തോട്ട്സ് നമുക്ക് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മൂന്നാമതൊരു കോളം കൂടി വേണമെങ്കിൽ നമുക്ക് എഴുതും. അതാ നല്ലത്. 3 കോളാക്കിക്കോളും. ഫസ്റ്റ് കോളം പോസിറ്റീവ്, സെക്കൻഡ് കോളം നെഗറ്റീവ്, തേർഡ് കോളം വേണമെങ്കിൽ നമുക്ക് ന്യൂട്രൽ എന്ന് വിളിക്കും. നമുക്ക് പെട്ടെന്ന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിഞ്ഞുകൂടാത്ത തോട്ടുകൾ. ഇത് ഇന്ന് ഈ ക്ലാസ് കേൾക്കുമ്പോൾ മാത്രം ചെയ്യേണ്ട ഒന്നല്ല. നിരന്തരമായിട്ട് ഒരു നിശ്ചിത പീരീഡിലേക്ക് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അത്ഭുതകരമായൊരു വർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ചു കാലം ഇത് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ പോസിറ്റീവ് ഒരു ദിവസം കിടക്കാൻ പോകുന്നതിന് മുമ്പ് പറ്റുമെങ്കിൽ ചെയ്യേണ്ടത്, അത് ബുദ്ധിമുട്ടായിരിക്കുന്നതിനാൽ ആ രൂപത്തിൽ ഞാൻ പറയട്ടെ, നമുക്ക് വരുന്ന ചിന്തകൾ വരുന്ന സമയത്ത് നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ ഒരു പേപ്പർ ഉണ്ടാവുക. നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ നമ്മുടെ തോട്ട്സ് ഒന്ന് എഴുതി വെക്കുക. പോസിറ്റീവ് തോട്ട്സിന്റെ കോളത്തിലും നെഗറ്റീവ് തോട്ട്സിന്റെ കോളത്തിലും, അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രൽ ആയിട്ടുള്ള തോട്ട്സ് മൂന്നാമത്തെ കോളത്തിലും എഴുതി വെക്കുക. ഇത് കുറച്ചു കാലം തുടർന്നുകൊണ്ടേയിരിക്കുക. കുറച്ചു കാലം എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 മാസത്തേക്ക് ഇത് തുടർന്നുകൊണ്ടിരിക്കുക. അത്ഭുതകരമായ ചില മാറ്റങ്ങൾ നിങ്ങളിൽ സംഭവിക്കുന്നത് കാണാം. ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇതിനോടൊപ്പം ചെയ്യേണ്ട ഒരു സംഗതിയാണ് ആക്ഷൻസ്. ഇപ്പം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വീണ്ടും ഒരു പേപ്പർ എടുക്കണം. ആ പേപ്പറിൽ നമ്മൾ ഒരു 3-4 കോളങ്ങളിൽ, ഒന്ന് മോർണിംഗ്, ഒന്നാമത്തെ കോളം മോർണിംഗ്, സെക്കൻഡ് കോളം നമുക്ക് ആഫ്റ്റർനൂൺ, തേർഡ് കോളം ഈവനിങ്, ഫോർത്ത് കോളം നൈറ്റ്. ഇനി ഇത് കുറച്ചുകൂടി കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം ഇട്ട് എഴുതാം. 6 AM, 7 AM, 8 AM അങ്ങനെ സമയം വെച്ചുകൊണ്ട് എഴുതാം.
നന്നായിട്ട് നിങ്ങളുടെ ആക്ഷനെ കുറിച്ച്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് ഒരു ചിത്രം കിട്ടണമെങ്കിൽ സമയം വെച്ച് എഴുതുന്നത് നല്ലതാണ്. ഇനി അതിന് സമയമില്ലെങ്കിൽ ഒരു പേപ്പറിൽ 4 കോളം ഇടുക. മോർണിംഗ്, അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ, ഈവനിങ്, നൈറ്റ്. ഈ സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് രേഖപ്പെടുത്തി വെക്കുക. രാവിലെ ചെയ്യുന്ന ഇതിൽ റൂട്ടീനായിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. നമ്മളിപ്പോൾ സ്ഥിരം ചെയ്യുന്ന പല്ലേക്കുന്നത്, കുളിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് വേണമെന്നില്ല. അത് സാധാരണഗതിയിൽ നമുക്ക് ഈ ഡിപ്രഷനൊക്കെ ഉള്ള ആളുകൾക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റി ഷെഡ്യൂളിൽ ചെയ്യിക്കാറുണ്ടെങ്കിൽ പോലും നമുക്കിവിടെ സെൽഫ് അവയർനെസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന സമയത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ഇല്ല. പകരം നമുക്ക് ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ രാവിലെ വായിക്കുന്ന ഒരാളാണ്. രാവിലെ ഒന്നുകിൽ സമയം വെച്ചുകൊണ്ട് എഴുതാം, അല്ലെങ്കിൽ വായന എഴുതാം, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ, എക്സസൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ അങ്ങനെ ചെയ്യും. ആഫ്റ്റർനൂൺ നിങ്ങൾ സാധാരണഗതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയായിരിക്കും, പ്രത്യേകിച്ച് അവിടെ ഒന്നും എഴുതാനുണ്ടാവില്ല, എല്ലാ ദിവസവും ചെയ്യുന്ന ജോബ് ഉണ്ടായിരിക്കും. അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് ഗാർഡനിങ്ങോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. നൈറ്റ് നിങ്ങൾക്ക് പിന്നെ പുതുതായിട്ട് യൂട്യൂബ് കാണുന്ന ശീലമോ, യൂട്യൂബിൽ ഏതെങ്കിലും പ്രത്യേക വീഡിയോസോ, അങ്ങനെ ഉദാഹരണം മാത്രമാണ് പറയുന്നത്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, 2 രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഒന്ന് സമയം വെച്ചുകൊണ്ട് എഴുതാം, അല്ലെങ്കിൽ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, നൈറ്റ് വെച്ചുകൊണ്ട് എഴുതാം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. മൂന്നാമത് നിങ്ങളുടെ ഇമോഷൻസ്, ഫീലിങ്സ്. ഇവിടെയും നമ്മൾ ഒരു പേപ്പർ എടുക്കണം. നിങ്ങളുടെ ഒരു കോളത്തിൽ പോസിറ്റീവായ ഫീലിങ്സ് എഴുതി വെക്കണം, ഒരു കോളത്തിൽ നെഗറ്റീവായ ഫീലിങ്സ് എഴുതി വെക്കണം. 2 കോളം. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രൂപത്തിൽ അത് ചെയ്യാം. ഒന്നുകിൽ പോസിറ്റീവ്, നെഗറ്റീവ് എന്ന് എഴുതിയിട്ട്, അല്ലെങ്കിൽ ഒരു 3ഓ 4ഓ കോളത്തിൽ നമുക്കത് ചെയ്യാം. 4 കോളത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഹാപ്പിനെസ് എഴുതുക ഒന്നാമത്തെ കോളത്തിൽ, രണ്ടാമത്തെ കോളത്തിൽ സാഡ്നെസ് എഴുതുക, മൂന്നാമത്തെ കോളത്തിൽ നമുക്ക് ആങ്കർ എഴുതാം, നാലാമത്തെ കോളത്തിൽ ഫിയർ എഴുതാം. അപ്പം നിങ്ങൾക്ക് ഒന്നാമത്തെ കോളത്തിൽ ഹാപ്പിനെസ് ഉണ്ടാകുന്ന സംഗതികളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം, ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന സമയത്ത്. രണ്ടാമത്തെ കോളത്തിൽ സങ്കടപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. മൂന്നാമത്തേൽ ദേഷ്യം പിടിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. നാലാമത്തതിൽ ഏതെങ്കിലും പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പേടി ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെ 4 കോളമായിട്ട് അവിടെ ചെയ്യാം. അല്ലെങ്കിൽ 2 കോളമായിട്ട് പോസിറ്റീവ്, അതുപോലെ നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവിൽ നമ്മൾ ഹാപ്പിനെസ് എഴുതാണ്ടാവുള്ളൂ. നെഗറ്റീവ് എഴുതുന്ന സമയത്ത് ദേഷ്യം പിടിച്ചത് ദേഷ്യം എന്ന് പറഞ്ഞ് എഴുതേണ്ടി വരും. അതുപോലെ സാഡ്നെസ് അത് എഴുതേണ്ടി വരും, ഫിയർ അത് എഴുതേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം, ഞാൻ എല്ലാ ഓപ്ഷനും പറയുന്നത്. ഒരുപക്ഷെ ഈ കോഴ്സ് ചെയ്യുന്ന ആളുകൾ തിരക്കുള്ള ആളുകളായിരിക്കാം, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകളായിരിക്കാം, സമയം അനുസരിച്ച് ചെയ്യാൻ പ്രയാസമുള്ളവരായിരിക്കാം. അപ്പം നിങ്ങളുടെ സൗകര്യത്തിന്, കാരണം ഇത് 1ഓ 2ഓ ദിവസം ചെയ്താൽ പോരാ, ഒരു 3 months എങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം.